എന്തീ പറയണേ? അപ്പോൾ അവൾക്ക് കൈക്കല്ലേ പ്രശ്നം? അപ്പോൾ നിനക്കറിയില്ലായിരുന്നോ? എടാ, അവിടെ കൈക്ക് മാത്രമല്ല കാലിനും ചെറിയ പ്രശ്നമുണ്ട്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നൂടാ. അവൾ എന്നോട് വന്ന് കാണാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കൂടാ അവൾ നിന്നോടൊന്നും പറയാതിരുന്നേ. നീ എന്തായാലും ഒന്ന് പോയി കാണ്. എന്നിട്ട് ആലോചിച്ച് പതിയൊരു തീരുമാനം എടുക്ക്. അനന്ത, അവളൊരു പാവാടാ, പറ്റിക്കരുത്. സാറ് കാരണം 4 മണിക്ക് വിടേണ്ട ക്ലാസ് ഈ സമയത്തെ വിടുന്നത്. ആന്നേ, ഇപ്പം ചേട്ടൻ വന്നിട്ടുണ്ടാവും. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടടി. അതിനിപ്പോൾ എന്താ? എടി, ഞാൻ വിളിച്ച് വരുത്തിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ വേഗം വാ, നിന്റെ അനന്തേട്ടനോട് വെയിറ്റ് ചെയ്യല്ലേ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോടി. ചിലപ്പോൾ വരുന്നേ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്നാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്താണോ ഇത്ര ലേറ്റ് ആവുന്നത്? സുഭാഷ്, എന്താടി? അങ്ങോട്ട് നോക്കടി പട്ടി. You are now listening to Devin's music. ഇവനെന്താ ഇവിടെ? എടി അഞ്ജു, എൻ്റെ എക്സ്കവർ വിമലല്ലേ അത്? ഇവനെന്താ ഇവിടെ? വരാന്ന് പറഞ്ഞ ആളെന്തിയാവോ? അഞ്ജു വാ, വീട്ടിൽ പോ. സമയം ഒരുപാട് വൈകി. ഇനി ഇവിടെ എന്നാ നിന്റെ അച്ഛനെ അന്വേഷിച്ചു വരും. അത് ശരിയാ, പോ. പിന്നെ മോളെ അഞ്ജു, ദയ നിൽക്കുന്നവനോട് മിണ്ടാനോ മൈൻഡാക്കാനോ നിന്ന പുറം വഴി മടൽ വെട്ടി അടിക്കും, അല്ലെങ്കിൽ മിറ്റിൽ വാരി എറിയുന്നേ, കേട്ടോ? അപ്പൊ പോവല്ലേ? അഞ്ജു നിക്ക്, എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കണം, എന്നിട്ട് നീ പൊക്കോ. അഞ്ജു, എനിക്കൊരു 5 മിനിറ്റ് മതി, എന്നിട്ട് ഞാൻ പൊക്കോളാം. വേണ്ട, എനിക്ക് കേൾക്കണ്ട. ഒരു 5 മിനിറ്റ് നിൽക്കാൻ നിനക്ക് പറ്റില്ലേ? ചേട്ടനോടല്ലേ പറഞ്ഞേ അവൾക്ക് മിണ്ടാൻ താല്പര്യമില്ലെന്ന്. ഇത് എന്ത് പരീക്ഷണോ ഈശ്വര. ഇവളുടെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അഞ്ജു ഒന്ന് നിക്ക്. ഇവനെന്താടി പറഞ്ഞേ മനസ്സിലാവില്ലേ? നീ എന്താ അഞ്ജു ഇങ്ങനെ? നീ ഒരുപാട് മാറിപ്പോയി. നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അഞ്ജു. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ? ഇതാണ് പറയേണ്ടത്? അല്ല. പിന്നെ അതെന്താന്ന് വെച്ചാ പറ. എടാ, എനിക്ക് മീരേനെ ഇഷ്ടം, അതുപോലെ തന്നെ നിന്നെ ഇഷ്ടമാടാ. ഇവനാര്? കൃഷ്ണനാ? ആയിക്കോട്ടെ, നല്ല കാര്യം. എടാ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാടാ. അഞ്ജു, നിനക്ക് എന്നോട് ദേഷ്യമാണോ? ആണെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കടാ അഞ്ജു. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നിനക്ക് അനന്തനെ ഇഷ്ടമാണോ? പറ, നിനക്ക് ഇഷ്ടമല്ലേ? അതെന്റെ കാര്യം, എന്തിനാ അറിഞ്ഞിട്ട്? പറ, ഇഷ്ടമാണോ? അതെ, എനിക്ക് ആ ചേട്ടനെ ഒരുപാട് ഇഷ്ടം. അപ്പോ എന്നെയോ? ഞാൻ ചോദിക്കാൻ പറ്റുമല്ലോ. മീരയ്ക്ക് സുഖം തന്നെയാണല്ലോ അല്ലേ? ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞേരെ. കൂടെ എൻ്റെ സ്പെഷ്യൽ അന്വേഷണം പറയണേ. എടാ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മീരേനെ ഇഷ്ടം, അതുപോലെ തന്നെ നിന്നെ ഒരുപാട് ഇഷ്ടമാടാ. ഓ ഗോഡ്. അവളെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ കെട്ടിക്കോളാടാ.
സഹോദര, ഈ 2 വള്ളത്തിലും കാല് വെച്ച് കളിക്കാണ്ടേ ഏതെങ്കിലും ഒരു വള്ളത്തിൽ കാല് വെക്കാൻ നോക്ക്. അല്ല പിന്നെ നീ വാടിയും കൂട്. എടാ ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലടാ അവിടെ കാര്യത്തിൽ. അതേടാ അനന്തം തന്നെ പറയണേ, എനിക്കൊരു സൊല്യൂഷൻ വേണം. എന്താ? ഞാൻ എവിടെയാന്നോ? ഞാനിപ്പോൾ അവളെ കാണാൻ വന്നേക്കുവാടാ. സ്കൂള് വിട്ടു, പക്ഷെ അവളെ കണ്ടില്ല. എല്ലാവരും പോയി. എടാ ഇഷ്ടമൊക്കെയാടാ, ബട്ട് എനിക്ക് അവളെ നല്ലോണം നോക്കാൻ പറ്റിയില്ലെങ്കിലോ? നിനക്കറിയാലോ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ എനിക്കവളെ കഷ്ടപ്പെടുത്തണമെന്നില്ലടാ. ഞാൻ എന്താടാ ചെയ്യണ്ടേ? ആ കൊച്ചിനോട് ഞാൻ എന്താ പറയണ്ടേ? എടാ അനന്ത, നിനക്കല്ലേ കൊച്ചിനെ ഇഷ്ടം, അപ്പൊ നീ അല്ലേ തീരുമാനിക്കണ്ടേ, അല്ലാതെ ഞാനാണോ? എടാ നീ ശരിക്കും ആലോചിച്ചിട്ട് നിനക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്തോ. ശരിടാ. ചേട്ടാ, എനിക്കെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്ന? ആ ചേട്ടൻ കാണാൻ വന്നതിനാന്ന് വെച്ച് എനിക്കിപ്പോ എന്താ? ഇതുവരെ യൂണിഫോം മാറിയില്ലേ? മാറ്, എന്നിട്ട് ചായ കുടിക്കേ. നീ ഇപ്പൊ തന്നെ വരാം ആൻറ്റി. ആൻറ്റി പൊക്കോ. അവൻ പറഞ്ഞത് ശരിയാ. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എൻ്റെ ലൈഫിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനാ. ഇതെന്താ പോലും ആ ചേട്ടൻ ഓൺലൈൻ വരാത്തെ? വന്നിട്ട് വേണം 2 ചീത്ത പറയാന്ന് ഓർത്തിട്ട് അതിനും പറ്റുന്നില്ലല്ലോ ഈശ്വര. വരട്ടെ വരട്ടെ, വെച്ചിട്ടുണ്ട്. ഹലോ, എന്താടി? മുത്തേ, നിന്റെ അനന്തേട്ടൻ എന്ത് പറഞ്ഞു? ഓ അനന്തേട്ടനോ? മാതൃഭാഷയായ മലയാളമാണ് പറഞ്ഞത്. ഓ, ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷ് ആയിരിക്കുന്നു. ഒന്ന് പോടി, എന്താ പറഞ്ഞേ? എടി, ആ ചേട്ടൻ ഓൺലൈൻ വന്നില്ല, വരട്ടെ. അല്ല, വന്നിട്ട് എന്തിനാ? റൊമാൻസ് ആണോ? പക്ഷേ നാളല്ലാത്തോള് വെച്ചിട്ട് പൊടി പറ്റി. ഇപ്പൊ വെക്ക, നാളെ എടുത്തോളാട്ടാ. ഓ ശരി എന്നാ. എന്താന്ന് വരാതിരുന്നേ? എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയോ? ആര് പറഞ്ഞു ഞാൻ കാണാൻ വന്നിരുന്ന്? ഞാൻ വന്നല്ലോ. വേണ്ട വേണ്ട, എന്നോട് മിണ്ടണ്ട. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. അതിലും ബോയ്സ് ഒക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു പറ്റിക്കും. സത്യമായിട്ടും ഞാൻ വന്നു. എന്നിട്ടെന്താ ഞാൻ കാണാതിരുന്നേ? ഇനി എന്നോട് മിണ്ടണ്ട. ഷടാ, പിണങ്ങല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈശ്വരാ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റ്. തോക്കും. എടാ അഞ്ജു, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ വന്നിട്ട് തനിക്കും കാണാൻ പറ്റിയില്ല, എനിക്കും കാണാൻ പറ്റിയില്ല. സോ അത് വിട്ടേരെ, നാളെ ഞാൻ കാണാൻ വരാം. തനിക്ക് ഓക്കെ ആവാ? ഓക്കെ. അല്ല അഞ്ജു, ഞാൻ ഓൺലൈൻ വരാൻ കാത്തിരിക്കുമായിരുന്നു തോന്നുന്നു. എന്നെ ചീത്ത വിളിക്കുക. ആര്? ഞാനോ? അത് എനിക്ക് തോന്നുന്നേ. വേ ഉരുളണ്ട. തനിക്ക് സമാധാനമായില്ലെങ്കിൽ ഇനിയും ചീത്ത വിളിച്ചോ, ഞാൻ കേട്ടോളാം. അയ്യോടാ, എനിക്കിപ്പോ ചീത്ത വിളിക്കാൻ തോന്നണില്ല. പിന്നെന്താ തോന്നുന്നേ? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ശരിയെന്നാ, ഇത് കേട്ടിട്ട് പോ. എന്താണാവോ? ഐ ലവ് യു സോ മച്ച്. തനിക്കത് വേണ്ടെങ്കിൽ തിരിച്ചു തന്നേരം കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അച്ചോടാ, വേറെ എന്തിനും വേണമെന്നോ? ശരിയെന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഈ ലോകത്തിൽ ഇത്രയധികം ഗേൾസ് ഉണ്ടായിട്ടും നീ എന്തുകൊണ്ടാ എൻ്റെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത്? അന്ന് ഞാൻ നിന്നെ കണ്ടപ്പോൾ ഞാൻ തീരെ കരുതിയില്ല നീ എൻ്റെ ലൈഫിലേക്ക് വരുമെന്ന്. ചേട്ടൻ വന്ന് കാണുമ്പോൾ എന്നോട്
ഇഷ്ടമുണ്ടാവോ അതോ സഹതാപായിരിക്കോ? എനിക്ക് ഈ ലോകത്ത് ഇഷ്ടമില്ലാത്തൊന്ന് സഹതാപ. ഇനി ചേട്ടൻ എന്നോട് സഹതാപാണെങ്കിലും എനിക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അച്ചേട്ടന്. ഞാൻ ഇങ്ങനെയല്ലേ, നമുക്ക് പിന്നെ ഇതൊക്കെ ശീലമാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും മനസ്സിനെന്തോ പോലെ. ആ ചേട്ടൻ വന്നിട്ടുണ്ടാവോ? ഒന്നാലും ബെസ്റ്റ് ഫ്രണ്ട്സ്. ഈ സമയമില്ലാത്ത നേരത്തെ രണ്ടും കൂടി എന്ത് പാടി? ഒന്ന് വേഗം വാ, നമുക്ക് വീട്ടിൽ പോവാം. ഓ എൻ്റെ പൊന്നു പെണ്ണെ, പതിയെ പോവാടി. പറ്റില്ല, ഇപ്പൊ തന്നെ പോണം. ഇതൊക്കെ എൻ്റെ വട്ടായ. ഞാനാ ചേട്ടനോട് ഇവിടെ നിൽക്കാനാണല്ലോ പറഞ്ഞേ. ഇനിയിപ്പോ വന്നില്ലയോ? ഈ പെണ്ണ് നീ ആര് നോക്കുക? വാ പോവാം.